പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഷാർജയിലാണുള്ളത്. അപ്പോൾ നമ്മളോടൊരു കോഫി കുടിക്കാൻ വേണ്ടി ഫിറോസ് ഭായ് വന്നു. അതെ, ഫിറോസ് ഭായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അടിപൊളി സുഖം. ഇപ്പം നല്ല കാലാവസ്ഥയല്ലേ ഈ വെയിൽ? നല്ല നാട്ടിലൊക്കെ നല്ല നല്ലൊരു ആംബിയൻസും കാലാവസ്ഥ ആംബിയൻസും കടൽ തീരത്തൊരു ചായയും അല്ലേ? അതെ, ഞാൻ ചായയല്ല പറഞ്ഞിട്ടോ, ഗ്രീൻ ടീയാ. ഗ്രീൻ ടീ മാത്രമേ കുടിക്കുള്ളൂ? അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ ഗ്രീൻ ടീ കുടിക്കുന്നത് ഒരു മൂഡ് അത്രയുണ്ട്. അപ്പോൾ നിങ്ങളെ പാചകം, നിങ്ങൾ ഒരുപാട് പാചകം, എത്ര പാചകങ്ങൾ മൊത്തത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്? ഞാൻ യൂട്യൂബിൽ മാത്രം ഒരു 1000-400 പാചകം ചെയ്തു. 400 പാചകം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാചകം ഏതാ? നിങ്ങൾ തന്നെ ഇഷ്ടപ്പെട്ട ഒരു പാചകം ഉണ്ടല്ലോ? അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ മട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മറ്റുള്ള നമ്മുടെ സാമ്പാർ, ചോറ്, രസം, അതൊക്കെ ഇഷ്ടമുള്ള സംഭവമാണ്. വീട്ടിലുണ്ടാക്കാറുണ്ടോ ഫുഡ്? വീട്ടിലുണ്ടാക്കലില്ല, വളരെ കുറവാണ്. ഓംലെറ്റ് ഒക്കെ എടുക്കും, നോ പ്രോബ്ലം. എടുക്കും. പിന്നെ ഗ്രീൻ താങ്ക് യു. പറയാം. പിന്നെ ചോദിക്കാനുള്ളതേ, നിങ്ങൾ ആദ്യമൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുണ്ടാവുമല്ലോ പാചകം ചെയ്യുമ്പോഴൊക്കെ. അതിൽ ഏറ്റവും നിങ്ങൾ ഓർമ്മയിലിരിക്കുന്ന ഏതെങ്കിലും വെല്ലുവിളി ഉണ്ടോ പാചകം ചെയ്യുന്ന സമയത്ത്? നേരിട്ട വെല്ലുവിളികൾ എന്തെങ്കിലുമൊക്കെ? ഇല്ല, വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ട്, സ്വാഭാവികമാണ്. പാചകം ചെയ്യുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഇതിപ്പോ നമ്മൾ കോഫിനെ കുറിച്ച് പറയാനില്ല, നമ്മൾ ഗ്രീൻ ടീ എന്നൊക്കെ പറഞ്ഞപ്പോ സാധാരണ ഗ്രീൻ ടീ കുടിക്കാൻ 1 ദിറംസ് 2 ദിറംസ് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പൊ 15 ദിറംസ് ആണ് ഗ്രീൻ ടീ. എന്തായാലും വ്യത്യാസം എന്താ? വ്യത്യാസം ഇത്ര ആംബിയൻസ്. ഫ്ലൈറ്റ് പോകുന്നതിന്റെ തൊട്ട് താഴെ ഇരുന്ന്, ഓ അതിനാണല്ലേ, കടൽ തീരത്തിരുന്ന് സ്ഥലത്തിന് സമയത്തിനനുസരിച്ച് വില കൂടിയും കുറഞ്ഞിരിക്കും. അതെ അതെ അതെ, വീട്ടിൽ നല്ലോണം ഇറങ്ങട്ടെ അല്ലേ? പൈസ 15 രൂപ കൊടുത്തല്ലേ. തുർക്കിഷ് കോഫിന്റെ കൂടെ തണുത്ത വെള്ളം എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായിട്ടില്ല. അത് ഇത് ചൂട് കൂടുതലാണെങ്കിൽ ഇത്തിരി ഒഴിച്ചു കുടിക്കാനായിരിക്കും. ഇത് രസമുണ്ടല്ലോ. ഇതെന്താ? അത് തീക്കനലാണെന്നോ? അല്ലല്ല, തീക്കനല്ല, അതെന്തോ ഒരു കഴിക്കുന്നതാ. അത് മധുരത്തിന് ഇടാനായിരിക്കും. ഇതിന്റെ കൂടല്ലല്ല, എന്താന്ന് അറിയാൻ നോക്കാനോ? അത് കാൻഡി. മധുരമുണ്ടോ? ഒരു വസ്തുവിനുള്ള അത്രയും നല്ല കയ്പുള്ള ചായ കുടിക്കുമ്പോ, കോഫി കുടിക്കുമ്പോ അതിന്റെ കൂടെ ഇതിന്റെ ഇതൊക്കെ കൊള്ളാം കേട്ടോ, മിനാരം പോലെ ഇരിക്കുന്നു. പള്ളിയുടെ കുബ്ബ പോലെയൊക്കെ പണിഞ്ഞു വെച്ചേക്കുന്നു. പിന്നെ നിങ്ങൾ ഒരുപാട് പാചകങ്ങളുണ്ട്, വിവിധ രാജ്യങ്ങളിൽ പോയി പാചകം ചെയ്തിട്ടുണ്ട്, വിവിധ തരത്തിലുള്ള പാചകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നിങ്ങളെ പാചകം കാണുന്നതും ഇഷ്ടമാണ്, അതുപോലെ തന്നെ കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് കഴിക്കാൻ എന്താണ് ഇഷ്ടം? മട്ടനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ അതുപോലെ സലാഡൊക്കെ കഴിക്കും. നിങ്ങൾ എവിടെ പോയാലും ജർജീർ കഴിക്കും തോന്നുന്നു. അല്ല, ജർജീർ അറബികളുടെ മെയിൻ സാധനമുള്ള ജർജീർ. പിന്നെ ചെറിയ ടൊമാറ്റോ ഉണ്ടാകും. ഫുഡ് എക്സ്പോയ്ക്കല്ലേ വന്നത്? അതെ, അതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഗൾഫ് ഫുഡ് ഭയങ്കര പരിപാടിയായിരുന്നു. ഞാൻ എന്റെ പ്രതീക്ഷന്റെ അപ്പുറമാണ് അവിടെ നടന്നുള്ള. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ്, ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് നമ്മൾ അന്വേഷിച്ച് പോകണം, അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയൊരു അവസരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഗൾഫ് ഫുഡിൽ കണ്ടത്. നമുക്കൊരു ഫുഡ് പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ആളുകൾ നമുക്ക് നേരിട്ട് ബന്ധപ്പെടണം. അപ്പോൾ നമ്മളിപ്പോൾ തുർക്കിയിലുള്ളൊരു റൈസ് എനിക്ക് വേണം, അരി എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ തുർക്കിയിൽ പോയി ഞാൻ ഡീലറെ കാണണ്ടേ, എക്സ്പെൻസ് ആണ്. പിന്നെ ഇതുപോലെ പല നാട്ടിലുള്ള ആളുകളെയും നമുക്ക് പാകിസ്ഥാൻ, അതുപോലെ തന്നെ മറ്റ് റൈസ്, ഇന്ത്യയുടെ പല ഭാഗത്തും അരി വിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയി കാണണമെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. അവരെല്ലാവരും ഇവിടെ വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആ സ്റ്റോളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രീമിയമാണ്. അപ്പൊ ക്വാളിറ്റി ഉള്ള കമ്പനിക്കാരെ അവിടെ കൊണ്ട് സ്റ്റോൾ വെക്കുന്നു. അപ്പൊ നമുക്ക് ആ ക്വാളിറ്റി നമുക്ക് ടിക്കറ്റിന് 600 രൂപയായിരുന്നു, 400-500 രൂപയാണ് നമുക്ക്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ടിക്കറ്റ് അറേഞ്ച് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനിലുള്ള ഒരു സൈസ് ഉപ്പൊക്കെ അവിടെ വെക്കുന്നുണ്ട്, പാറയിൽ നിന്ന് എടുക്കുന്ന ഉപ്പ്. അതെ അതെ അതെ, മറ്റേ പിങ്ക് സോൾട്ട്. പിന്നെ അതുകൂടാതെ എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായ സംഗതി, കുരുമുളക് അങ്ങനെയുള്ള സ്പൈസസിന്റെ തന്നെ ഒരു ലോകം തന്നെ ഉണ്ട്. ഓ ഭയങ്കര സംഭവല്ലേ, ഭയങ്കര സംഭവം, അടിപൊളിയായിരുന്നു പരിപാടി. അതെ, പ്രതീക്ഷിച്ചാൽ അപ്പുറമായിരുന്നു സംഭവം ഉണ്ടായിരുന്നു. ബിസിനസ്സുകാർക്ക് ഭയങ്കര ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഷേക്ക് ചെയ്ത് വെച്ചിട്ട്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് എന്ത് ഗൾഫ് ഫുഡ് എന്നുള്ളത് അവർ തോന്നുന്നുണ്ട്, പക്ഷെ അത് വന്ന ഭയങ്കര ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര ഉപകാരം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷണത്തിന്റെ സംസ്കാരത്തെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് ഐഡിയകൾ കിട്ടിയിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ ചരിത്രവും വളർച്ചയും ഒക്കെ. അപ്പോ ചോദിക്കട്ടെ, രുചിയെ കുറിച്ചൊക്കെ ഉള്ള നിങ്ങളെ കാഴ്ചപ്പാടുണ്ട്? രുചി എങ്ങനെയാണ്? രുചിയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാട് പറഞ്ഞാൽ നമ്മൾ ഓരോ ആളുകൾക്കും ഓരോ രുചിയായിരിക്കും. എനിക്കിപ്പോ ഉപ്പ് കൂടുതൽ വേണം കുറവ് വേണം തോന്നിയിട്ടില്ല. രുചി
കുമിളങ്ങളാണല്ലോ നാവിൽ രുചി മുകുളങ്ങൾ. രുചി മുകുളങ്ങൾ. ശരി, മുകുളങ്ങളോ കുമിളങ്ങളാ? രുചി മുകുളങ്ങൾ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പല ആളുകളിൽ പല രീതിയിലായിരിക്കും രുചി. ഇപ്പൊ നമ്മുടെ കണ്ണിന്റെ കാഴ്ചയും പല ആളുകൾക്ക് പല രീതിയിലാണ്. നമ്മൾക്കിപ്പോ എനിക്ക് കാണുന്ന പച്ചയായിരിക്കില്ല നിങ്ങൾക്ക് കാണുന്ന പച്ച. അതെ, പച്ച തന്നെ പലതുണ്ട്. അല്ല, നമ്മൾ കാഴ്ചയിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. എന്റെ ഡിഫറെന്റ് ആയിരിക്കും. അത് അങ്ങനെ എല്ലാവർക്കും ഒരേ രീതിയിൽ പച്ചയായിരിക്കും. ബട്ട് ആ പച്ചയിലുണ്ടാകുന്ന വേരിയേഷൻസ് നമ്മുടെ ഒരാളുകളുടെയും കണ്ണിനുള്ള ഒരു മാറ്റമുണ്ട്. അതേപോലെ രുചിക്കും ഒരാളുകൾക്ക് ഓരോ രുചിയായിരിക്കും. പിന്നെ പല ആളുകൾക്കും പല താല്പര്യങ്ങളായിരിക്കും രുചിയോട്. എരി ഇഷ്ടമുണ്ടാവും. എനിക്കിപ്പോ മധുരം ഇഷ്ടമല്ല. മധുരം ഞാൻ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. മധുരം എനിക്ക് ഇഷ്ടമല്ല ശരിക്കും. ലഡുവാണ് ജിലേബിയാണ് തന്നാലൊന്നും ഞാൻ അങ്ങനെ കഴിക്കില്ല. പക്ഷെ എനിക്ക് ഇത്തിരി എരിവും ഇത്തിരി മസാലയൊക്കെ ഉള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പ്രായത്തിനനുസരിച്ചിട്ട് രുചി മാറുന്നു. അത് മാറുമല്ലോ, പ്രായത്തിനനുസരിച്ച് രുചി മാറും. തീർച്ചയായും നമ്മൾ ചെറുപ്പത്തിലുണ്ടാകുന്ന ഒരു രുചി ആയിരിക്കില്ല നമുക്ക് താല്പര്യം. നമുക്ക് താല്പര്യം ചെറുപ്പത്തിൽ മുട്ടായിയോട് വളരെ താല്പര്യം ഉണ്ടാവും. അത് നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് എരിവിനോടായി മാറും. അല്ല, പ്രായമുള്ളവർക്കും മധുരത്തോട് താല്പര്യമുള്ള ആളുകളുണ്ട്. ഒരു മിഡിലൊക്കെ വരുമ്പോൾ നമുക്ക് എരിവിനോടാണ് താല്പര്യം, സ്പൈസി ആയിട്ടുള്ള. പിന്നെ നമ്മുടെ സ്വഭാവ രീതികളാണ്. സ്പൈസി എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ സ്വഭാവമാണ് കേട്ടോ സ്പൈസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ സ്വഭാവമാണെന്ന് പറയുന്നത്. സ്പൈസി ഉപയോഗിക്കാത്ത ആളുകളുണ്ട്, എരിവ് ഉപയോഗിക്കാത്ത, എരിവ് പറ്റാത്ത ആളുകളുണ്ട്. ഇപ്പൊ ഈവൻ അറബികൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ അത്ര എരിവ് കൊണ്ട് പറ്റില്ല. തീരെ പറ്റൂല. അറബികൾക്കൊന്നും നമ്മളൊരു ഹാറ് എന്ന് പറയുമ്പോൾ അവർ, പക്ഷെ അവരുടെ നാട്ടിലെ ഈ ചമ്മന്തിയുടെ എരിവ് പോലും അവർക്ക് പറ്റൂല. അതെ, നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ പച്ചമുളക് തരാറുണ്ടെങ്കിൽ പോലും അറബികൾക്ക് എരിവിനോട് വലിയ താല്പര്യം. ഞാൻ സൗദി അറേബ്യയിൽ ഇരുന്ന നമുക്ക് എന്താ ഗുണം അറിയോ? അറബികളെ നമുക്ക് നേരിട്ട് കൂടുതൽ അടുത്ത് പരിചയപ്പെടാം. അതിന് കാരണം അവിടെ അറബികൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിവിടെ ഇപ്പോൾ ദുബായിനെ സംബന്ധിച്ചിടത്തോളം അറബികളെ കാണാനോ അല്ലെങ്കിൽ അറബികൾ നമ്മുടെ അടുത്ത് വന്നത് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യില്ല. ബട്ട് സൗദി, ഒമാനൊക്കെ പോയി കഴിഞ്ഞാലോ നമുക്ക് പെട്ടെന്ന് ഒമാനിലൊക്കെ അറബികൾ നമ്മുടെ ഫ്രണ്ട് പോലെയാ, സുഹൃത്തുക്കളെ പോലെയാണ്. അതെ. പക്ഷെ അറബികളുടെ ലുക്ക് ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ അറബി ഒരു ഇത് ശരിക്കും വരുന്ന ഫീൽ വരുന്നത് സൗദി അറേബ്യ, ദുബായൊക്കെയാണ്. ഒമാനിലെ തൊപ്പിയിട്ടൊരു അറബി ഇന്ത്യൻ ലുക്കാണ്. അവർക്ക് ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള ഈ ഒമാൻ അറബികൾക്ക് ഇന്ത്യയുമായിട്ടും അടുപ്പം കൂടുതലാണ്. പക്ഷെ ലുക്ക് വൈസ് നമ്മൾ അറബി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇത് ഇവിടുത്തതാണ്. അതെ, അത് നമുക്ക് ഇവിടുത്തെ അതേപോലെ തന്നെ സൗദി അറേബ്യയാണ് ശരിക്കും പറഞ്ഞാൽ. സൗദി അറേബ്യൻ അറബികൾ പറഞ്ഞാൽ അവര് പെട്ടെന്നൊരു ഗൗരവഭാവമാണ് നമ്മളിലേക്ക് ഉണ്ടാകുക. അവിടുത്തെ അങ്ങനത്തെ ഒരു സിസ്റ്റം, അങ്ങനത്തെ കൺട്രിയുടെ സിസ്റ്റമാണ്. അവരുടെ കൾച്ചർ അവർ നല്ലോണം. ഇവിടെ അറബികളെക്കാളും കൂടുതൽ മലയാളികളും ഇന്ത്യക്കാരുമാണ്. അതാണ് സത്യം. അതെ, നമ്മളിവിടെ അറബികളെ കാണാൻ പറഞ്ഞാൽ, എസ്പെഷ്യലി ദുബായിലൊക്കെ അറബികളെ കാണാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള എല്ലാ രാജ്യത്തിനും ആളുകളെയും കാണാം, അറബികളെ കാണാൻ ഇത്തിരി പാടായിരിക്കും. പിന്നെ ഈ അഭിരുചികളില്ലേ, നമ്മളെ ആറ്റിറ്റ്യൂഡുകളൊക്കെ മാറുന്നത് പോലെ തന്നെ സൊസൈറ്റികളുടെ രുചിയും മാറലുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ അൽഫാം അതും ഇതൊക്കെയാണല്ലോ കഴിക്കുന്നത്. പക്ഷെ അറബികൾ ഇപ്പം ഈ നാച്ചുറൽ ഫുഡിലേക്ക് മാറിയിട്ടുണ്ടെന്ന്. അല്ല, നമ്മുടെ നാട്ടിലും ഇപ്പോൾ നാച്ചുറൽ ഫുഡിലേക്ക് വരികയാണ്. അത് ഒരു റീസൈക്ലിംഗ് ആണ് ശരിക്കും. ഒരു 10 വർഷത്തിനിടയ്ക്കാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ നമ്മൾ ഇതൊക്കെ പഴയ ഫുഡാണ്, അതൊക്കെ ഇതിന്റെ ഒതന്റിക് ഫുഡുകളാണ്. റൊട്ടി സാധനങ്ങളൊക്കെ ഒരു 10 വർഷത്തിന് നമ്മുടെ നാട്ടിൽ മന്തി, അതുപോലെ അൽഫാം, ഐസ്ക്രീം ചുട്ടു കഴിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതെ. അപ്പൊ പിന്നെ നമ്മളൊക്കെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഫുഡിനെ കുറിച്ച്. നിങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. KFC ഒക്കെ ജനങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ച ഞങ്ങളെ വീഡിയോ. സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു സംഗതിയായിരുന്നു KFC ഉണ്ടാക്കുക. അന്ന് ഇപ്പൊ ഞാൻ KFC ഉണ്ടാക്കുന്ന സമയത്ത് KFC നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് പോപ്പുലർ അല്ല. ആളുകൾ KFC കഴിക്കാൻ മടിക്കും. പക്ഷെ ഇന്നതൊക്കെ മാറിയിട്ടാ. ഇന്ന് ഫുള്ള് ആളുകൾ എല്ലാവരുടെയും പോയി കഴിക്കാൻ തുടങ്ങിയതുള്ള. ഇപ്പൊ നമ്മളിവിടെ ഈവൻ സ്റ്റാർബക്സ് ഒക്കെ ഞാനടക്കം പണ്ട് ഇതിൽ കയറാൻ ആഗ്രഹിച്ച സാധനം. ഇപ്പൊ നമ്മൾ സ്റ്റാർബക്സിന് കോപ്പി എടുക്കണേ കുടിക്കും. അപ്പൊ അങ്ങനെ ആളുകൾ മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു റീസൈക്ലിംഗ് ആണ്. ഇപ്പൊ നമ്മൾ തിരിച്ച് പിന്നെ വേറെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അസുഖം വരുമ്പോൾ തിരിച്ച് പഴയിലേക്ക് ഇപ്പം ഈ ഫ്രൈഡ് ചിക്കൻ തുടങ്ങി അപ്പുറത്തൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യും. അതെ, കുറച്ച് കഴിഞ്ഞ് അവിടെ പോകാൻ വേണ്ടി. ഏറ്റവും ആരോഗ്യത്തിന് നല്ലത് നമ്മുടെ ഒതന്റിക് ആയിട്ടുള്ള ഫുഡുകളും ആ കൾച്ചറൊക്കെയാണ്. പ്രകൃതിക്ക് അതാ പറ്റും. പ്രകൃതിക്ക് പഴയ കാലത്തുള്ള കഞ്ഞിയും പയറും ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. വയറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. നമ്മൾ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. ഈവൻ നമ്മളൊരു മന്തി കഴിച്ചാൽ നമുക്ക് കുറെ ദൂരം നടക്കാനൊന്നും പറ്റില്ല. നമ്മൾ മന്തി കഴിച്ചു ആ ഫീൽ ഉണ്ട്. എന്തായാലും നമ്മുടെ കൂടെ ഒരാളുണ്ടായത് പുള്ളി പറഞ്ഞു, ഞാൻ മന്തി കഴിച്ചുകൊണ്ടിരിക്കും, നടക്കാനേ വയ്യാന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മന്തി എണ്ണയാണ്, ഓയിലായിട്ടുള്ള ഫുഡുകൾ കുറയ്ക്കാന്നുള്ള. ഈ ഓയിലിന് ശരീരം പുറന്തള്ളാൻ, നമ്മുടെ ആമാശയം പുറന്തള്ളാനായിട്ട് സമയം കൂടുതലെടുക്കും. സമയം കൂടുതലെടുക്കും. നമ്മുടെ ശരീരത്തിന് ശരീരത്തിന് അത് ശീലം ഉണ്ടാവില്ല. കൊച്ചിലെ കഞ്ഞിയും പയറും. അതെ. ഒരു മനുഷ്യൻ ശരിക്കും 5 ml ഓയിൽ ഉപയോഗിക്കാൻ പാടും.
5 മില്ലിഗ്രാം ഉപ്പാണ് ഉപയോഗിക്കാൻ പറയുന്നത്. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പുതിയ പഠനം പറയുന്നത് 2.5 മില്ലിഗ്രാമാണ് ഉപയോഗിക്കാൻ ഉപ്പ് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്. ഉപ്പ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറ്റാക്കിന് സാധ്യതയുണ്ടെന്നൊക്കെ പൊതുവെ പഠനങ്ങൾ നമ്മൾ പലയിടത്തും കേട്ടാണ്. നമ്മൾ ഡോക്ടറൊന്നുമല്ല. ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞ് ഇവർ പറയും നമ്മൾ എയർലൈക്കളി. പക്ഷേ ഇപ്പൊ അത് കൂടുതലൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ, മധുരം ഒക്കെ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നു. മധുരമൊക്കെ ശരിക്കും പറഞ്ഞാൽ മധുരം ശരിക്കും തീരെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല. ആവുന്നത് മധുരം ഉപയോഗിക്കാതിരിക്കുക. മധുരം ശരിക്കും നമ്മൾ ഉപയോഗം നിർത്തി കഴിഞ്ഞാൽ മാസങ്ങൾക്കകം തന്നെ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളുണ്ടാകും. ആരോഗ്യപരമായ മാറ്റം. ആരോഗ്യപരമായ അതിനിപ്പോൾ ശർക്കര ഉപയോഗിക്കാം, മധുരത്തിന് പകരം ശർക്കര ഉപയോഗിക്കാതെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉണ്ട് ഇത്. ശർക്കര ഇപ്പോൾ മധുരം ഉപയോഗിക്കാതെ ഷുഗറുള്ള ആളുകൾ പഞ്ചസാര ഉപയോഗിക്കില്ല, ശർക്കര ഉപയോഗിക്കും. പക്ഷെ രണ്ടും ഒന്നല്ല, രണ്ടും ഒന്നന്നെയാ, കാര്യമൊന്നുമില്ല. ഒന്നും ഭക്ഷണം റൈസൊക്കെ കുറയ്ക്കുക. ഈ ഷുഗറുള്ള ആളുകൾക്ക് റൈസ് കുറച്ച് മറ്റുള്ള ഇതുപോലുള്ള സലാഡ് സാധനങ്ങളൊക്കെ കൂട്ടി വയറൊക്കെ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ഗ്ലൈസിമിക് ഇൻഡെക്സ് വർദ്ധിക്കുന്നത് തടയാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടാവില്ല, എവിടുത്തെ ഫുഡാണ് ഒന്നും കൂടെ? ഫുഡിന് ശരിക്കും പേര് കേട്ട നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിയാണ്. തുർക്കിയാണ് ഫുഡിന് പേര് കേട്ട നാട്. പക്ഷെ എനിക്ക് ഏറ്റവും, ഞാൻ തുർക്കി പോയിട്ടില്ല, ബട്ട് ഞാൻ ഇതുവരെ യാത്ര ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും രുചികരമായതും അഫോർഡബിളായ ഫുഡ് ലഭിക്കുന്നതും സൗദി അറേബ്യ. ടേസ്റ്റും രുചി ഭയങ്കര രുചിയാണ്. പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ അടുത്ത് അറബികൾ വരും. ഇപ്പം നമ്മളെവിടെയും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മളെ വിളിക്കും. അറബികൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ താൽ, അവരൊരു ആതിഥ്യ മര്യാദ. അങ്ങനെ ഞാൻ പല ഒരു 5-6 വർഷം, ഞാൻ 5.5 വർഷത്തോളം ഞാൻ സൗദി അറേബ്യ ഉണ്ടായിരുന്നു. പല സ്ഥലത്ത് ഞാൻ ജോലിക്ക് പോകുമ്പോഴും പല സാധനങ്ങൾ കൊണ്ട് തരും, പഴം, ഫ്രൂട്ട്സ്. ഈവൻ നമുക്ക് ഒരു സ്ഥലത്ത് ഞങ്ങളുടെ കമ്പനി റോഡ് കോൺട്രാക്ട് ഞാൻ അവിടെ വെൽഡറായിട്ടാണ് ജോലി ചെയ്തത്. അവിടെ അന്ന് ഞങ്ങൾ റോഡ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അറബിയുടെ വീടുകളിലേക്ക് റോഡ് പോകണം. അന്ന് ഞങ്ങൾക്ക് ഒരു 5-6 കോഴി അവിടെ നിന്ന് കിട്ടിയതുള്ള അവരെ സന്തോഷത്തിൽ കൊണ്ട് തന്നാ. പിന്നെ ഒരു 120-130 ദിർഹംസ് എനിക്ക് കിട്ടി, റിയാല്. ഞാൻ പണിയെടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ വണ്ടിന്റെ അടിയിൽ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. വണ്ടിന്റെ അടിയിൽ കിടന്ന് ചെറിയ പൊട്ടലൊക്കെ ടാക്കൊക്കെ വെള്ളി കളിച്ച് പൊളിട്ട് കൂരി എടുക്കണം. പിന്നെ കാലി പിടിച്ച് പുറകിൽ പിടിച്ച് ഒരാൾ വലിക്കുക. ഞാൻ വിചാരിച്ചു ഇയാൾ എന്തിനാ വലിക്കണത്, കാലി പിടിച്ച് താൽ പറഞ്ഞ് വലിക്കണം. ഞാൻ ഞെട്ടി. അപ്പം ഞാൻ എന്തെങ്കിലും വിഷയം ഉണ്ടാവും, ഇപ്പം വെള്ളി കിടക്കുന്നതിന് പ്രശ്നം ഉണ്ടോ, ഇയാൾക്ക് വല്ല പോകേണ്ടതിന് പ്രശ്നം ഉണ്ടാകും. ഞാൻ പുറത്തുനിന്ന് വന്ന് നോക്കുമ്പോൾ പുള്ളി പൈസ ഇരുന്ന് നിൽക്കണം. 50 റിയാല്, അങ്ങനെ രണ്ടാൾ 50 റിയാലും ഒരാൾ 20 റിയാലും തന്നു. ഒരു 10-120 റിയാൽ എനിക്ക് പൈസ ആയിട്ട് തന്നു. ഒരാട്, ഒരു 5-6 കോഴി ഞങ്ങൾ ടീമുകൾ കയറ്റിട്ട്. അതുകൊണ്ട് കറി വെക്കാൻ പറഞ്ഞു. കാരണം അവരുടെ ഭാഗത്തേക്ക് റോഡ് പോകണം, സന്തോഷം. പിന്നെ ദിവസവും ഞങ്ങൾ പോണ സമയത്ത് 7up, മിരാണ്ട, പെപ്സി തുടങ്ങി പല സാധനങ്ങളും കൊണ്ട് തരും. വണ്ടി തുറന്നിട്ട് സന്തോഷം കൊണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, നീ അറബികളെ പൈസ തരുമ്പോൾ നമ്മൾ മേടിക്കായിരിക്കില്ല, മേടിച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അതാണ്, അവരെന്തെങ്കിലും തന്ന വാങ്ങിക്കണം. പഴവും കൊണ്ടുതരും. നമുക്ക് വാങ്ങിക്കാതിരുന്ന അഹങ്കാരം പോലെയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ വിളിച്ച് വരുത്തി ഭക്ഷണം കഴിക്കും. അവർ അറബിക് കൾച്ചർ അതാണ്. പിന്നെ അവർ കഴിക്കുന്നത് നമ്മളിപ്പോ നമ്മുടെ ഇതിൽ കഴിക്കും പോലെയാണ്. ഒരു ഇലയിടും, ഒരു സുപ്രാന്ന് പറഞ്ഞൊരു പേപ്പർ വിരിക്കും. നിങ്ങളെ വീഡിയോയിലൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ? അതിലുപരി എന്തറിയോ, ഒരു സ്നേഹബന്ധം ഊട്ടി ഉണർത്തുക എന്ന് പറയാൻ കേട്ടിട്ടുണ്ടോ? ഊട്ടി ഉണർത്തുക, ഒന്നിച്ചിരുന്ന് കഴിച്ചാൽ ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടുതലല്ലേ? അതെ, ഒന്നിച്ചിരുന്ന ഭക്ഷണം. പിന്നെ ഒരു സ്നേഹബന്ധമില്ലേ, നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കും, ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പോയി പഠിച്ച സൗദി. അപ്പൊ നിങ്ങളിപ്പം കുറെ രാജ്യങ്ങളിലൊക്കെ പോയി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് എവിടത്തേക്കാണ് പോകാനാണ് നിങ്ങൾക്ക് താല്പര്യം? ഏതൊക്കെ രാജ്യങ്ങളിൽ സഞ്ചരിക്കാനാണ്? എനിക്ക് എന്റെ താല്പര്യം എല്ലാ രാജ്യങ്ങളിലും പോകണം. അവരുടെ ഫുഡ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കണം. നമ്മൾ കഴിക്കാന്നുള്ളതല്ല, അവരുടെ എന്താണോ ഫുഡ് അവർ കഴിക്കുന്നത് അവർക്ക് കൊടുക്കും. ഇവൻ നമ്മൾ ഇന്തോനേഷ്യയിലൊക്കെ പോയിട്ട് മലമ്പാമ്പ് നമ്മൾ കറി വെച്ചിട്ട് മറ്റേ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവർക്ക് കൊടുക്കാൻ, ഞാൻ കഴിച്ചില്ല. നമുക്ക് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഇന്തോനേഷ്യയിലാണ്, ആ ഒരു കൾച്ചറിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനും അത് കഴിക്കും. അവിടെ വലിയ മാർക്കറ്റിൽ ഇഷ്ടം പോലെ വിൽക്കണം. മനസ്സിലായി? അപ്പൊ എല്ലാവരും എനിക്ക് തുർക്കിയിലൊന്ന് പോകണം. തുർക്കിയിൽ അത്യാവശ്യ കേസാണ്. എന്ന് വെച്ചാൽ ഫുഡിന്റെ നാടാണെന്നുള്ളതാണല്ലോ തുർക്കി അറിയപ്പെടുന്നത്. ഈ കംപ്ലീറ്റ് ഷവർമ മുതൽ പല സാധനങ്ങളും വന്നത് അവിടെ മാത്രമല്ല, വലിയ സൗന്ദര്യമാണ് അവിടുത്തെ ഭക്ഷണത്തിനൊക്കെ. കുറച്ച് സൗന്ദര്യം കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആളുകളും ആ ഒരു ക്യാരക്ടറാണ്. ഇതിപ്പോ നമ്മൾ ഇരിക്കുന്നത് തുർക്കിഷിന്റെ അല്ലേ, തുർക്കിഷ് കോഫിയാണ്. തുർക്കിഷിന്റെ ഒതന്റിക് കോഫിയാണ്. ഇതും തുർക്കിഷിന്റെ ആണെന്ന് തോന്നുന്നു, ചപ്പാത്തി. അതെ അതെ. പിന്നെ വേറെ എന്നിട്ടാ ഇവരുടെ ഷവർമയൊക്കെ അടിപൊളിയാ തുർക്കിഷിന്റെ. ഞങ്ങൾ തായ്ലാൻഡിലൊക്കെ പോയപ്പോ മിക്കവാറും അവിടെ നിന്ന് കഴിക്കണതാ. കോഫിയിൽ ഇതണ്ട മധുരം ഇട്ടിട്ടില്ല, വേണമെങ്കിൽ ഇട്ട് കഴിക്കാൻ വേണ്ടി മധുരം കൊണ്ട് തന്നാ. ഇനി നിങ്ങൾ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്ന എന്തെങ്കിലും, ഇപ്പം നിങ്ങൾ മറ്റേ മയിലിനെ കറി വെക്കാൻ പോയി, അതേപോലെ മാനിനെ കറി വെച്ച്, ഇനി അതേപോലുള്ള എന്തെങ്കിലും ഫാന്റസി ആയിട്ടുള്ള എന്തെങ്കിലും പുതിയ പാചക രീതി, പുതിയ സംവിധാനങ്ങളൊക്കെ വരും. പുതിയ ആളുകൾ ഓരോന്ന് കണ്ടുപിടിക്കും, നമ്മളും അത് ചെയ്യും. നമ്മുടെ സ്റ്റൈലിൽ നമ്മൾ ചെയ്യും.
പിന്നെ ഇപ്പോൾ ഒട്ടകത്തിലേക്ക് നമ്മളന്ന് ചെയ്യുന്ന സമയത്ത് അത്രയും ഒരു വലിയൊരു ഒട്ടകത്തിന് ഇവിടെ ആരും ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മാനിന്റെ കറി അത് ദുബായിലാണ് നമ്മളതൊക്കെ ചെയ്തത്. ഇവിടെ ഇത് കലൗഡാണ്. ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യന്റെ ദേശീയ മൃഗമാണ് ഒട്ടകം. പക്ഷെ അവരത് കഴിക്കാതെ അവരിരിക്കില്ല. അല്ല, ഓരോ നാടിനും ഓരോ കൾച്ചറാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് മയില് നമ്മൾ കറി വെച്ചൊന്നുമില്ല. മയിലിന് ഞങ്ങള് ഒരു ആംബിയൻസ് ഉണ്ടാക്കിയെന്നുള്ളതാണ്. മയിലിനെ കറി വെക്കാൻ പോണെന്ന് പറഞ്ഞ് കുറെ ആളുകളെ കൂട്ടി. അപ്പൊ മയിലിനെ കറി വെക്കാൻ നമുക്ക് ഉദ്ദേശമൊന്നുമില്ല. നമ്മള് നൗസായിക്കാണ് എന്റെ കാരണക്കാരൻ. നൗസായൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒരു വീഡിയോ വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു മയിലിനെ കറി വെക്കാൻ പോണ പോലെ പോയിട്ട് നമുക്ക് പ്ലാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു. മയിലിനെ നമ്മുടെ ദേശീയ പക്ഷിയാണ്, അത് നമ്മൾ ആദരിക്കുന്നതാണ്. അതിലുപരി പക്ഷെ അതിൽ ആരും വിശ്വസിച്ചിട്ടില്ല ഇപ്പം കേട്ടോ. ഉദാഹരണത്തിന് ഞാൻ അത് നമ്മൾ എല്ലാവരെയും നമ്മൾ സംതൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും സംതൃപ്തിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതിലുപരി എന്തറിയോ, നമുക്ക് ഈ കുഞ്ഞു മക്കളൊക്കെ ഈ മയിലിനെ ഈ പുസ്തകത്തിന്റെ ഇതളുകളിൽ മയിലിന്റെ പീലിയൊക്കെ എടുത്ത് വെച്ചിട്ട് അത് ഇനി വിരി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചരിത്രമുള്ള ചെറുപ്പത്തിൽ ഫാന്റസി ആയിട്ടുള്ള സാധനമാണ്. അതെ അതെ, നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പൊ അതൊക്കെ ഭയങ്കര മോശമാണ്. അവരിലൊക്കെ നമ്മളിലെ ഒരു അക്രമി ആണ് കാണപ്പെടുക. അതൊക്കെ കൊണ്ടാണ് നമ്മളത് ശരിക്കും പറഞ്ഞാൽ മയിലൂടെ നമുക്ക് അറിയിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ മയിലല്ല, അത് ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന മയിലാണ്. ഇവിടുത്തെ മയിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന മയിലല്ല. ഇന്ത്യയിൽ നിന്ന് വരുന്ന മയിലാണെങ്കിൽ നമ്മുടെ ദേശീയ പക്ഷിയാണ്, ദേശീയ പക്ഷി മയിലാണ്. ബട്ട് അത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ അത് ഒഫൻസ് അല്ലേ? അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല. കാരണം നമ്മുടെ ദേശീയ പക്ഷിക്ക് ഇവിടെ വരാൻ പാടും. അത് ഓസ്ട്രേലിയയിൽ നിന്ന് മാത്രമല്ല ഈ ഓസ്ട്രേലിയയിലേക്ക് ഇത് ശല്യക്കാരനായ ഒരു പക്ഷിയായിട്ടാണ് കൂട്ടുന്നത്. അവിടെ ഓസ്ട്രേലിയ അതുപോലെ ഇപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളും വെള്ളം നശിപ്പിക്കുന്നതിലും പ്രധാന മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ഇതിനെ പ്രൈവറ്റ് ആളുകൾക്ക് വെടിവെക്കാനുള്ള അവസരം കൊടുക്കും. ഞാൻ വീഡിയോ കണ്ടിരുന്നു. ചറവറ വെടിവെക്കാനുള്ള അവസരം കൊടുക്കും. അത് ലൈസൻസ് ഉള്ള ആളുകൾക്ക് അത് വെടിവെച്ച് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ കഥ. നിങ്ങളെ ജർജറിന്റെ കച്ചവടമൊക്കെ പൊടി പൊടിക്കുന്നു പറയുന്നതായിട്ട് പുതിയ സംരംഭങ്ങളൊക്കെ ഒരുപാട് തുടങ്ങുന്നുണ്ടോ? അല്ല, ജർജർ ഞാൻ അതും നമ്മൾ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. ജർജർ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണെന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഇതില്ല. ഉണ്ടെങ്കിൽ കൂടെ അത് നമുക്ക് വിശ്വസിച്ച് ഞാനിപ്പോൾ പല ഭാഗത്തും ഞാൻ ഗൾഫിലിരുന്ന ആളാണല്ലോ. ഞാൻ കൃഷി ചെയ്ത് എനിക്കത് സൂട്ടാകാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് കാണിച്ചത് ഈ ബിസിനസ്സിലേക്ക് തന്നെ വന്നത്. എനിക്കിത് വേണം. എന്റെ വീട്ടിൽ എപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്, ഞങ്ങളത് കഴിക്കുന്നുണ്ട്, എപ്പോഴും ചെറുതുണ്ടാവും. അപ്പൊ ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊള്ളില്ല അത്. അപ്പൊ നല്ലത് കൊടുക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ചെറുചെറു ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങിയത്. അതുപോലെ ആൾക്കാരുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള. അതെ, ഈ ഗൾഫിൽ ഇരിക്കുന്ന ആളുകൾ, ഇവിടെ റിട്ടയർഡായി പോയ ആളുകൾ, ഇവിടെ പണി ജോലി നിർത്തിപ്പോയ ആളുകൾക്ക് അത് കഴിച്ചിട്ടുണ്ടാവും. അവർക്കിത് ഭയങ്കര താല്പര്യപ്പെടും, അവർ നൊസ്റ്റാൾജി ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കച്ചവടത്തിന് വലിയ ലാഭത്തിനൊന്നും അല്ലത്. നമ്മൾ ചെറിയ പൈസക്ക് നമ്മൾ വെക്കുന്നത് ഒരു 49. പിന്നെ നമ്മുടെ കൂടെയുള്ള കുട്ടികൾക്ക് നമ്മുടെ വീഡിയോ ഇല്ലാത്ത സമയത്ത് ജോലിയായി. പിന്നെ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ കുട്ടികൾക്ക് ഈ ബിസിനസ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ്. തീർച്ചയായും. നമ്മളിപ്പോ ഒരു നമ്മൾ ചീരയൊക്കെ കൃഷി ചെയ്തു. അപ്പൊ ചീരയൊക്കെ ശരിക്കും പറഞ്ഞാൽ കൃഷി നമ്മൾ ഓൺലൈനിലൂടെ വിൽപ്പന മാത്രമല്ല, കൃഷിക്കാർക്ക് അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെ ഓൺലൈനിൽ കൂടെ വിൽക്കാമെന്നുള്ളൊരു സൂചന നമ്മൾ കൊടുത്തു. അതായത് പ്രൊഡക്ഷൻ തൊട്ട് വിൽപ്പന വരെയുള്ള. ഇന്ന് സോഷ്യൽ മീഡിയ ഭയങ്കര സംഭവമല്ലേ. സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്തും വിൽക്കാം, വാങ്ങിക്കാം. നല്ലത് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. കാരണം നല്ല ആളുകൾക്ക് ഉപകാരമുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ എത്തിക്കാം. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ പറ്റും. യുവാക്കൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? ഒരുപാട് പേര് നോക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും. അല്ല, തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇറങ്ങുക. അന്ന് അതിന് ഭയങ്കര സാധ്യതയാണ്. ഇന്നത്തെ കാലത്ത് ബിസിനസ് ചെയ്യാൻ താല്പര്യം, ഇതിപ്പോ വലിയ ലക്ഷങ്ങളൊന്നും മുടക്കേണ്ട കാര്യമില്ല. അവരുടെ ടാലന്റും ബുദ്ധിയും അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ പറ്റും. അതുപോലെ സത്യസന്ധമായിട്ട് ചെയ്യണം. സത്യസന്ധമായി ചെയ്യാന്നുള്ളത് 100% സത്യസന്ധമായി ചെയ്യുക. കാരണം നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമ്മുടെ ഓഡിയൻസിനെ പറ്റിക്കാൻ പാടില്ല ഒരു കാരണവശാലും. ചെയ്യുന്നത് നല്ല ചെയ്യും. ഇപ്പൊ നമ്മൾ ചീരയാണേലും ജർജറാണേലും പല ആളുകളും നെഗറ്റീവായിട്ട് കമന്റ് കിട്ടും. എന്ന് വെച്ചാൽ മോശമായിട്ടുള്ള കമന്റ് അല്ല, ഇതൊക്കെ എന്ത് കാര്യം, ഇപ്പൊ ചീര വിറ്റ് എന്ത് കഴിച്ചെന്ന കാര്യം, എന്തെങ്കിലും ഗുണം കിട്ടും. പച്ചക്കറി ആണല്ലോ, ദോഷമൊന്നും വരത്തില്ല. ദോഷം വരില്ലല്ലോ. പച്ചക്കറിയാണ് എന്തെങ്കിലും ഗുണം കിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ അത് അവിടെ നിന്ന് പോകുന്ന അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോണ കാലഘട്ടം ആകുമ്പോൾ ഇടയിൽ കൂടെ നമ്മൾ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആ ഡോക്ടറിന്റെ അടുത്ത് പോണത് നീട്ടിവെക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതൊക്കെയാണ് നമ്മളതിന്റെ ഉദ്ദേശം. പറയുന്നവർ പലതും പറയും. അത് നമുക്കിപ്പോ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ആളുകൾ എല്ലാവരെയും നമ്മൾ സംതൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ആളുകളുടെ അടുത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് വരാനാണ് ഞാൻ കൂടുതലും പ്രേരണ കൊടുക്കുക. കാരണം സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് അതിലെല്ലാം സമയമുണ്ട്. ഇപ്പൊ രാവിലെ ഷോപ്പ് തുറക്കുന്നു, ഈ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വന്നാണെങ്കിലും ഈ ഷോപ്പ് തുറക്കുന്നതിന് സമയമുണ്ട്. ഇവർക്ക് ശരിക്കും സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് ഓൺലൈനാക്കി ചൂടാറാത്ത പാക്കിംഗ് കവറുകളൊക്കെ ഉണ്ട്. 2-3 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുന്ന സാധനമുണ്ട്. നമുക്ക് ഓൺലൈനിൽ കൂടെ വെക്കാൻ പറ്റും. രാത്രി പകലൊക്കെ ഓൺ ചെയ്ത് ബിസിനസ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ രാത്രി ആളുകൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, നമ്മുടെ വീഡിയോ ആളുകൾ കാണും.
അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് താല്പര്യപ്പെടുന്ന പല ആളുകളും പല ഭാഗത്തും ഉണ്ടാവും. അതെ അതെ. അവരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തും. നമ്മൾ കൊറിയർ അയക്കാം, സാധനം കൊടുക്കാൻ. ഇപ്പോൾ രാത്രി ബുക്കിംഗ് വരും, ചെറിയ ഇ കൊമേഴ്സിൽ വെബ്സൈറ്റ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇ കൊമേഴ്സിലൂടെ ബുക്ക് അറിയുന്ന ആളുകൾക്ക് അതിലൂടെ ബുക്ക് ചെയ്യാം. നമ്മൾ ചെറുക്കെ ഇ കൊമേഴ്സിലൂടെയാണ് വെബ്സൈറ്റ് ഉണ്ടാക്കി വിട്ടു. നിങ്ങൾ മുമ്പ് ഇ കൊമേഴ്സ് ഒക്കെ മുമ്പ് ചെയ്തിട്ടില്ലേ? യൂട്യൂബ് ഒക്കെ തുടങ്ങുന്നതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ 2014 ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഞാൻ ചെയ്തതാണ്. സൂക്ക് ഓൺ എന്നാണ് എൻ്റെ പേരുണ്ടായിരുന്നത്. zookon.com ഉണ്ട്. ഞാൻ കോയമ്പത്തൂർ ബേസിൽ തമിഴ്നാട് ഞാൻ ലൈസൻസ് എടുത്തു. അങ്ങനെ ഒരു വർഷത്തോളം ഞാനത് ചെയ്തു. അന്നത്തെ സാഹചര്യമല്ല ഇന്ന്. അന്ന് ആ സാഹചര്യത്തിൽ എനിക്ക് നിലനിർത്താൻ പറ്റില്ല എന്നുള്ള കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതിനകത്ത്. അന്നത്തെ ഡെലിവറി സർവീസ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ, അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻ. ആൾക്കാർക്ക് പിന്നെ പരിചയമില്ല, ആളുകൾ ഇതിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പം എനിക്കൊരു കുറച്ച് പൈസ നഷ്ടം ഉണ്ടായിരുന്നു അതിനകത്ത്. എങ്കിൽ കൂടെ അവിടെ നിന്ന് പല അറിവുകളാണ് എനിക്ക് കിട്ടിയത്. ആ അറിവുകൾ വെച്ച് ഞാൻ പരാജയമാണ് പിന്നെ വിജയത്തിലേക്ക് എത്തിയത്. അതെ അതെ, പരാജയം നമ്മൾ പരാജയപ്പെടണം, ഇതിൽ അനുഭവങ്ങൾ കിട്ടുള്ളൂ. എല്ലാത്തും വിജയിക്കാന്നുള്ള അല്ല. നമ്മൾ പല ബിസിനസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ ഒരു ഒന്നായിരിക്കും നമുക്ക് ക്ലിക്ക് ആവുക. ഇപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും വിജയിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ എല്ലാത്തിനും ആവശ്യക്കാരുണ്ടെന്നുള്ള. പിന്നെ അത് നമുക്ക് കാണിക്കാൻ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നമുക്കൊരു അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ഇൻസ്റ്റാഗ്രാം കൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം മാത്രമേ നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട്. അത് മാത്രം മതി. അതെ, മാർക്കറ്റിങ്ങിന് മൊത്തം നമുക്ക് തന്നെ ഉപയോഗിക്കാം അല്ലേ? തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് മൊത്തം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോ കാണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു 100 രൂപ, ഒരു 80 രൂപ 85 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 85 രൂപയ്ക്ക് നമുക്ക് എന്താ കാണിക്കാൻ പറ്റും? ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ബൂസ്റ്റ് ചെയ്താൽ നമ്മൾ പല ആളുകളും കാണിക്കാൻ പറ്റും. അത് പല ആളുകളെയും കാണിക്കണമെന്നില്ലല്ലോ, നമുക്ക് വേണ്ട ആൾക്കാരെ. ഇപ്പൊ ഉത്സാഹ് ഖാന്റെ ഇപ്പോൾ ട്രാവൽസ് ആണ്. ട്രാവൽസ് ടിക്കറ്റ് എടുക്കുമ്പോഴാണ് ട്രാവൽസിന് ആവശ്യം വരില്ല, വിസയ്ക്ക് വരുമ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സമയത്ത് നിങ്ങളെ കണ്ടാൽ മതി. അപ്പോഴാണ് നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ആയിട്ടൊരു കസ്റ്റമറെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആ പൊട്ടൻഷ്യൽ ആയ കസ്റ്റമറെ കിട്ടണമെങ്കിൽ ആ സമയത്ത് നമ്മളവിടെ എത്തിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പോൾ അതിനനുയോജ്യമായ പരസ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പരസ്യത്തിനെ കുറിച്ച്, ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. ഞാനൊരു ചെറിയ ഇതൊക്കെ നടത്തിയ ആളാണ്. ഞാൻ കുറെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ പഠിക്കുന്ന ആളാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാൻ, എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു പരിചയപ്പെടുത്തുന്ന ഒരു കോഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിച്ചു? ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്യണം. നമ്മൾ യു എയിലൊക്കെ നമ്മളിത് വരും, പഠിപ്പിക്കണമെന്നൊക്കെ ഉണ്ട്. സമയം, സാഹചര്യം, അതെ അതെ, അതിന്റെ സാഹചര്യങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് എന്താണോ അത് ആർക്കാണ് ആവശ്യം അവരെ നമുക്ക് കണ്ടെത്തി നമുക്കിത് വിൽപ്പന നടത്താൻ പറ്റും. എല്ലാവരും നമുക്ക് കാണണ്ട. എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്നെ എല്ലാവരും കാണണം, എങ്കിലേ നമുക്ക് കൂടുതൽ ആൾ കാണുമ്പോഴേ എനിക്ക് റവന്യൂ ഉണ്ടാവും. പക്ഷെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം റവന്യൂ അല്ല അവരുടെ ലക്ഷ്യം, അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കി അതിനകത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഇതിൻ്റെതാണ്, ചായക്കപ്പാണ്, ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഇതിനകത്തുണ്ട്, അതുകൊണ്ടാണ് ഈ ചായക്കപ്പ് ഞാൻ ബുക്കുന്നത് പറഞ്ഞാൽ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചായക്കപ്പ് ആർക്കാണ് ആവശ്യം അവർക്കാണ് ഇത് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കാറിന് സെയിൽ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കാറ് എല്ലാവർക്കും ആവശ്യമുള്ളതല്ല, ആർക്കാണ് ആവശ്യം. അങ്ങനെ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും. അതിനല്ലേ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ടാർഗറ്റ് ഓഡിയൻസ് നമുക്ക് അതെന്ന് വെച്ചാൽ ടാർഗറ്റ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയി നമുക്ക് ടാർഗറ്റ് ചെയ്ത് ഓഡിയൻസിനെ കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ ഡീറ്റെയിൽ ആയി ടാർഗറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കും ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തന്നെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് നമ്മുടെ ആളുകളെ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളത് ചെറിയ പൈസയ്ക്ക് നമുക്ക് ആളുകളെ കാണിക്കാൻ പറ്റും. ഇപ്പം ചെറിയ 100 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസ ഇല്ല. ഇപ്പം നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ ഒരു നോട്ടീസ് നമ്മളിപ്പോൾ എൻ്റെ എലപ്പള്ളി ഗ്രാമപഞ്ചായത്താണ്. എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുഴുവൻ നമ്മൾ എൻ്റെ നോട്ടീസ് കൊടുക്കണമെങ്കിൽ കുറഞ്ഞൊരു നല്ലൊരു എമൗണ്ട് ചിലവാകും. പക്ഷെ നമ്മൾ ഒരു 500 രൂപ ഡെയിലി നമ്മൾ അല്ലെങ്കിൽ ഒരു 200 രൂപ നമ്മൾ ഡെയിലി ബഡ്ജറ്റ് ഫേസ്ബുക്കിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് കറങ്ങിത്തിരിഞ്ഞ് കാണിക്കും. ഇത് ഉപയോഗിക്കുന്നവരെയൊക്കെ കാണിക്കും. പിന്നെ ബിസിനസ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ, എല്ലാ പ്ലാറ്റ്ഫോമും നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവരും നമ്മളൊരു സാധനം സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, കടയിൽ ആൾ വരുന്നുണ്ട്, ഒരു കടയുള്ള ആളാണെങ്കിൽ കടയിൽ ആൾ വരുന്നുണ്ട്, കച്ചവടം നടത്തിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യണം, സ്കെയിലപ്പ് ചെയ്യുന്നതിന്. സ്കെയിലപ്പ് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് വിൽക്കാൻ പറ്റുമോ അതെല്ലാ സാധ്യതകളും നമ്മൾ ഉപയോഗപ്പെടുത്തണം, എങ്കിലേ നമ്മുടെ ബിസിനസ് വളരുള്ളൂ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരാണ്, അറിവില്ലായ്മയും കുറെ ആളുകൾ നമ്മുടെ ബിസിനസ്സുകാർക്കുണ്ട്. പാവങ്ങളാണ്, ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. ബട്ട് അതിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കേട്ടാൻ പറ്റും, നമ്മുടെ ബിസിനസ്സിനെ ഭയങ്കരമായി നമുക്ക് സ്കെയിലപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്യുന്ന പണി തന്നെ ചെയ്താൽ മതി, അതേ അനുഭവവും അതേ പരിചയം മതി. കാരണം നമ്മളിപ്പോൾ നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങിയാൽ നമ്മളൊരു 5 ആൾ ജോലിക്ക് വെച്ചെന്ന് വെച്ചോളെ, ഒരു സൂപ്പർ മാർക്കറ്റ്, ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി 5 ആൾ നമ്മൾ ജോലിക്ക് വെക്കണം. അല്ലെങ്കിൽ ഒരു ചെരുപ്പ് കട തുടങ്ങി, വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെരുപ്പ് കട തുടങ്ങി നമ്മൾ 5 ആൾ ജോലിക്ക് വെക്കുന്നു, കസ്റ്റമർ വരുന്നു പോകുന്നു. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഈ ഉച്ച സമയത്ത് അല്ലെങ്കിൽ അത് ഇട ഗ്യാപ്പുകളിലൊക്കെ ഈ കസ്റ്റമർ ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ നമുക്ക് ഓൺലൈനിൽ കൂടെ നമ്മളുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആളുകൾ ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്യുന്ന സമയത്ത്
ഇവർക്കത് പാക്ക് ചെയ്യാം, കൊറിയർ അയക്കാം കേട്ടോ. ഇന്ന് നമുക്ക് കൊറിയർ അയക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് എടുത്തുകൊണ്ട് പോകും. ആ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കും. അതെ അതെ, ഇന്ന് ശരിക്കും ഇപ്പോൾ ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വരണം ബിസിനസ്. ഇതൊരു സമയമാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ആളുകളെല്ലാം സോഷ്യൽ മീഡിയയിലായിരിക്കും. അപ്പം ഇനി പുതിയൊരാൾക്ക് കടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ പുറകിലായിരിക്കും. മുന്നിൽ പോയ ആളുകൾക്ക് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു ജനങ്ങൾക്കൊരു വിശ്വാസ്യത വേണം. അത് വിശ്വാസ്യത ഉണ്ടാകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മളെ ആളുകൾ ഒരു വിശ്വാസത വരേണ്ട ഒരു കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറെ സമയം എടുത്തുകൊണ്ടാണ് അയാളുടെ ക്യാരക്ടർ സമയം എടുത്തത് മാത്രമല്ല അത് കൃത്യമായിട്ട് പോയതുകൊണ്ടാണ്. അതെ കൃത്യമായി പോയത്. ഞാനിപ്പോൾ ശരിക്കും 2012 കാലഘട്ടത്തിലാണ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് എൻ്റെ കടന്നുകയറ്റം. അതിനിടയിൽ ഞാൻ കുറച്ച് സ്റ്റോപ്പ് ചെയ്തു, ഇ കൊമേഴ്സിലേക്ക് കടന്നു. ഇ കൊമേഴ്സിൽ അവിടെ ഞാൻ അൺബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂകളാണ് ഞാൻ സെയിൽ ചെയ്തത്. നല്ല സെയിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 10-15 ഷൂ ഒക്കെ എനിക്ക് വിൽക്കുമായിരുന്നു അന്ന്. ഈ ഓൺലൈനിൽ 15 ഷൂ ഒക്കെ ഞാൻ ഓൺലൈൻ ചെറിയ പൈസയേ ഉള്ളൂ. കാരണം 300 രൂപ 400 രൂപയ്ക്കാണ് നമ്മളത് സെല് ചെയ്തത്. ചെറിയ ലാഭം എടുത്തിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് നമുക്ക് തുടർന്ന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് വിട്ടത്. എനിക്ക് പോക്ക് ഒരു പാലക്കാട് നിന്ന് കോയമ്പത്തൂർ തിരിച്ചിട്ട് വരണം. അങ്ങനെ കുറെ സ്ട്രെസ്സും പരിപാടിയൊക്കെ ആയപ്പോഴാണ് ഞാനത് ഒഴിവാക്കിയത്. പക്ഷെ അത് എനിക്ക് വലിയ അനുഭവം കിട്ടി. ഹായ്, यूट्यूब का मीटिंग है। तीन घंटे से सॉरी वेरी सॉरी. നിങ്ങൾ എണീച്ചിട്ട് थोड़ा 5 मिनट का बात करेगा. ओके ओके 5 मिनट का बात करेगा. ओके. അപ്പൊ ഇങ്ങനെയൊക്കെ ബിസിനസ്സുകാർക്ക് സാധ്യതകളുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി പുതിയ ബിസിനസ്സുകാർ വരുന്ന ആളുകൾ എല്ലാവരും ബിസിനസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ജോലി ചെയ്താൽ അതിനൊരു പരിമിതികളുണ്ട്. ബിസിനസ് ചെയ്യാൻ നമുക്ക് പരിമിതികളില്ല. ജോലി ചെയ്താൽ ഒരു ലിമിറ്റ് വരെ വളരുള്ളൂ. അതെ ലിമിറ്റ് വരെ വളരുള്ളൂ. നമ്മുടെ അടുത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇന്നോവേറ്റീവായ സാധനമാണ് ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ബിസിനസ് ചെയ്യാം. ഒരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ലോകത്തുള്ള എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാ സാധനങ്ങളും ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്? മനുഷ്യന് വേണ്ടി. യെസ്, എല്ലാം കംപ്ലീറ്റ്ലി മനുഷ്യന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കാണുന്നതെല്ലാം നമ്മൾ പലത് ഇതൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. എല്ലാ സംഭവം സെയിൽ ചെയ്യാം. ലോകത്തുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും മനുഷ്യന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം മനുഷ്യന് ഇതൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ ആവശ്യക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആവശ്യം ഉണ്ടാക്കിയെടുക്കുക. അതെ അതെ, ഞാൻ പറഞ്ഞില്ലേ ആ സമയത്ത് നമ്മൾ എൻ്റെ ഷൂവിൻ്റെ ഇ കൊമേഴ്സ് ബിസിനസ് പൊളിഞ്ഞതല്ല, നിർത്തിയതാണ്, പൊളിഞ്ഞതല്ല. അപ്പം ഞാൻ ഒന്ന് ബിസിനസ്സിന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ നമ്മൾ അതിന് ഉപരി എന്താ പറയുക, അതില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വീണ്ടും ഒരു വെബ്സൈറ്റ് തുടങ്ങി. നമ്മൾ അതിലൂടെ നല്ലോണം ബിസിനസ് ചെയ്യേണ്ടപ്പോൾ പിന്നെ നമ്മൾ ഓരോരോ പ്രൊഡക്റ്റുകളായിട്ട് നമ്മൾ ആഡ് ചെയ്യും. അത് വാങ്ങിക്കാൻ പല ആളുകളുണ്ടാവും. എല്ലാ പ്രൊഡക്റ്റും ആവശ്യം മൊത്തത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 3-4 പ്രൊഡക്റ്റേ ഉള്ളൂ. പക്ഷെ നല്ലത്, ഞാൻ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സാധനങ്ങളാണ് എൻ്റെ താല്പര്യം. നമ്മളൊരു ഗ്രാമത്തിൽ ജീവിച്ച ആളുകളാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രൊഡക്റ്റുകൾ ആളുകൾക്ക് ആവശ്യമുണ്ടാകുന്നതാണ് എൻ്റെ ധാരണ. അപ്പൊ അതിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പല റിസർച്ചും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയമാകുമ്പോൾ നമ്മളിലേക്ക് എത്തും, നിങ്ങളിലേക്ക് എത്തും. അതാണ് സംഭവം. അപ്പോൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് സോഷ്യൽ മീഡിയ വളരെ ഉപകാരമായ ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു വരുമാനം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം മാത്രമല്ല അതിനകത്ത്. ഇൻഫ്ലുവൻസിങ് അല്ലേ മുമ്പ് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുക്കുന്നവർ അങ്ങനെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ അത് പ്രയോഗത്തിൽ വന്നിരിക്കുന്നത് അത് അവർ സമൂഹത്തെ മൊത്തം സ്വാധീനിക്കുന്ന കുറേ വ്യക്തിത്വങ്ങൾ വന്നിട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും. അല്ല, സമൂഹത്തെ സഹായിക്കാനാണ് എല്ലാം ഉണ്ടാകും. ഞാൻ പറയാം, ആ സോഷ്യൽ മീഡിയ ജനത്തിന് വേണ്ടിയിട്ടാണ്. പണ്ട് ഞാനൊക്കെ യൂട്യൂബ് തുറന്ന കാലഘട്ടത്തിൽ യൂട്യൂബ് ശരിക്കും ഒരു ബാഡായിട്ട് ആളുകൾ കണ്ടു. ഈ അടുത്ത സമയം വരെ അങ്ങനെ അതൊക്കെ ഞങ്ങളാണ് ശരിക്കും പറഞ്ഞത്. ഞങ്ങളുടെയും കുറച്ച് ഇതിനകത്ത് കടന്നുകയറ്റമുണ്ട്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയല്ല ഇതല്ല എന്ന് യൂട്യൂബ് എന്നുള്ളത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ കുറെ പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ള. എന്റെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനെ കുറിച്ച് ചർച്ചയുണ്ടായിട്ട് യൂട്യൂബില്ല. മോശം പരിപാടിയായിട്ട്. അതെ അതെ അതെ. പിന്നെ വേറെ നമുക്ക് ഇപ്പൊ പുതിയ ബിസിനസ്സുകാർക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോ കുട്ടി വന്നിട്ടാ 1 മിനിറ്റ് സ്റ്റാൻഡപ്പ് എണിച്ച് പോവാൻ പറയണം. ഇപ്പൊ എന്തറിയോ, അല്ല അതല്ല, ക്യാമറ നമ്മള് ക്യാമറ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് ബിസിനസ് സ്വിച്ച് ചെയ്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ബിസിനസ്സിൽ കൊണ്ടുവരാൻ ചില ആളുകൾക്ക് മടിയുണ്ട്. അതിന് കാരണം എന്തറിയോ, നമുക്ക് ക്യാമറ ഫേസ് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടാവും. രണ്ടാമത്തെ, ആളുകൾ എന്ത് വിചാരിക്കുന്നൊരു തോന്നലുണ്ടാവും, ചമ്മലുണ്ടാവും. ആളുകളൊന്നും വിചാരിക്കില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഞാൻ പറയാണ്, നമ്മുടെ ഈ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെ മുഴുവൻ നമ്മൾ ബ്ലോക്ക് ചെയ്യണം.
നമ്മുടെ ഫാമിലീസിന് മുഴുവൻ ഇൻസ്റ്റാഗ്രാമൊന്നും ഫേസ്ബുക്കൊന്നും എല്ലാം ബ്ലോക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യണം. എന്നിട്ട് നമ്മൾ കുറച്ച് വളർന്നതിന് ശേഷം ഇതിനൊക്കെ അൺബ്ലോക്ക് ചെയ്യാം. നമുക്ക് ആ പ്രശ്നം വിട്ടല്ലോ. അല്ല, നമ്മുടെ മനസ്സിലൊരു ഈഗോ ഉണ്ട്, ആളുകൾ എന്ത് വിചാരിക്കുന്നുള്ളൂ, എല്ലാവരും നമുക്ക് തൃപ്തിപ്പെടുത്തി നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കേസാണ്. അത് നമുക്ക് അങ്ങനെ നമ്മൾക്ക് ആരൊക്കെയാണോ നമ്മളെ കുറ്റം പറയാൻ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ് നടക്കാൻ സാധ്യതയുള്ള ആളുകളെന്ന് നമുക്ക് തോന്നുന്നു, അവരെ നമ്മൾ ബ്ലോക്കാക്കി വയ്ക്കുക, നമ്മുടെ പരിപാടി തുടങ്ങാം. അതൊരു കാരണമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വരാതിരിക്കാൻ പാടില്ല. പിന്നെ ഒരു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിലേക്ക് ക്യാമറ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് മടിയില്ല. ക്യാമറ നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കും പോലെ സംസാരിച്ചാൽ നിങ്ങൾ ക്യാമറയായിട്ട് കാണുമ്പോഴാണ് അത് പ്രശ്നം തോന്നുന്നത്. നിങ്ങൾ മുന്നിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ആരോ നിൽക്കുന്നുണ്ട്, അയാളോട് വിവരിക്കുകയാണ് നമ്മൾ. ദാറ്റ്സ് ഓൾ. അത് ക്യാമറയായിട്ട് കാണുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയോട് സംസാരിക്കുന്നുള്ളൂ. നമ്മുടെ പ്രൊഡക്റ്റ് ഇതാ, നമ്മുടെ ഉപ്പാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന സാധനമാണ്, ഇന്ന പ്രത്യേകതകൾ ഇതിനുണ്ട് എന്ന് നൗസാദിക്കോട് ഞാൻ പറയുമ്പോൾ എന്താണ് അത് ക്യാമറ മുന്നിൽ നോക്കി പറഞ്ഞാൽ മതി. അത് ക്യാമറയായിട്ട് നമ്മൾ ധരിക്കാനായിട്ട് എൻ്റെ പ്രൊഡക്റ്റ് കുറെ കസ്റ്റമർ വാങ്ങിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നുണ്ട്. അവരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ സംസാരിച്ചാൽ മതി. അപ്പൊ നമ്മളിതൊക്കെ കാണുമ്പോഴാണ് പ്രശ്നം. ഈവൻ എന്നെ തന്നെ എനിക്ക് പണ്ടിന് ക്യാമറ എനിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം വോയിസ് ഓവർ ചെയ്ത് ഞാൻ 13,000-ൽ പരം വീഡിയോ ചെയ്ത ആളാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾ കാണുന്ന ഈ ഒരു ഫുഡ് ബ്ലോഗർ അല്ല യഥാർത്ഥത്തിൽ. ഞാനൊരു ടെക് ബ്ലോഗറാണ്. എന്ന് വെച്ചാൽ പഴയ അന്നത്തെ കാലത്തുള്ള ടെക്നോളജി ഞാൻ പഠിച്ച സാധനങ്ങൾ ആളുകൾക്ക് ചെയ്ത് കൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ 2014 മുതൽ 15 മുതൽ ഞാൻ അതായിരുന്നു ചെയ്ത് 18 വരെ 13,000 വീഡിയോ ഞാൻ ഡെയിലി 3-4 വീഡിയോ വെച്ചിടും. 4 വീഡിയോ അത് എന്റെ ഒരു ചാനലുണ്ട്. അതൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ അത് ഹെൽത്ത് ടിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികളൊക്കെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഹെൽത്ത് ടിപ്സ് എന്ന് പറയുമ്പോൾ ഇയാൾ ഇങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം ഹെൽത്ത് ടിപ്സ് അല്ലേ, അത് കുട്ടികൾക്ക് ഇത് മനസ്സിലായില്ല. അപ്പൊ കുട്ടികളെ അത് ബാധിക്കാൻ പാടില്ല എന്നൊരു ധാരണ കൊണ്ട് ഞാൻ ആ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഫുഡിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തത്. വലിയ മുതിർന്ന ആളുകൾക്ക് അത് അറിയും നമ്മൾ പറയുന്നത് എന്താണ് എന്നുള്ളത്. നിങ്ങളിത് ചെയ്യുന്ന വീഡിയോകളെല്ലാം അതിലൊരു മെസ്സേജ് ഉൾപ്പെടുത്തുമല്ലേ? ഇതുപോലെ മെസ്സേജ് ആയിട്ടുണ്ടാവും അല്ലേ? അല്ല, തീർച്ചയായും. പണ്ടൊക്കെ ഞാൻ ടെക്നോളജി ആണല്ലോ നമ്മൾ പോകുന്നത്. ആദ്യം ഞാൻ ടെക്നോളജി പറഞ്ഞാൽ ഞാൻ ക്യാമറ മുകളിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഇവിടുത്തെ മൊബൈലിൽ വീഡിയോ എടുത്ത ആളാണ്. ടെക്നോളജി ഉള്ള പിന്നെയാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ് പരിപാടികളൊക്കെ നമ്മൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെ പുതിയ പഠിക്കുമ്പോൾ ഞാൻ അത് പഠിക്കും, ഞാൻ പുതിയ ആളുകൾ കൊടുക്കും. ഇങ്ങനെയായിരുന്നു എൻ്റെ പരിപാടികൾ ഉണ്ടായിരുന്നത്. പിന്നെ അത് മാറി നമ്മൾ കുക്കിങ്ങിലേക്ക് വന്നപ്പോൾ ആളുകൾ ഇയാൾ കുക്കിങ്ങിന്റെ ആളാണ്, അത് മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ കാണുന്നുള്ളതാണ്. നമുക്ക് പിന്നെ അതങ്ങനെ ഇതൊന്നുമില്ല. നമുക്ക് എനിക്കെല്ലാം അറിയുന്ന പറഞ്ഞ ആളെ ബോധ്യപ്പെടുത്തുന്ന താല്പര്യം എനിക്കില്ല. എനിക്കറിയുന്നതൊക്കെ ഞാനുമായി ബന്ധമുള്ള ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ബിസിനസ്സുകാരെ ആളുകളാണ്, സുഹൃത്തുക്കളാണ്. എൻ്റെ അടുത്ത് കമ്പനി കൂടി കഴിഞ്ഞാൽ പിന്നെ എന്നെ വിട്ടു പോയില്ല. അതാണ് എൻ്റെ ഒരു രീതി. കാരണം എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടത് എനിക്ക് അറിയുകയാണെങ്കിൽ 100% ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കും. അല്ലാതെ എനിക്ക് മറിച്ച് അതിനാവശ്യമില്ലല്ലോ. ഞാൻ ഇപ്പൊ യൂട്യൂബില് കുറെ ആളുകൾ വരുന്നുണ്ട്. മറ്റൊരാൾ വന്നുകൊണ്ട് എനിക്ക് തോൽവി ഉണ്ടായില്ല. കാര്യം എന്തറിയോ, മറ്റൊരാൾ വരുമ്പോഴാണ് നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി കൂടുക. ഇപ്പൊ ഇവിടെ ഒരു ചായക്കട ഉണ്ട്. ഇതിന്റെ തൊട്ടുപുറത്തൊരു ഒരു ബേക്കറി വരികയാണെങ്കിൽ ആ ബേക്കറി വരുന്ന ആൾ ചായ കുടിക്കാൻ വരും. അപ്പൊ മറ്റൊരാൾ യൂട്യൂബിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്ന ഓഡിയൻസ് എന്റെയും വീഡിയോ കാണാൻ സാധ്യതയുണ്ട്. തന്മൂലം ഓഡിയൻസ് കൂടുകയുള്ളൂ. നമ്മള് ഒരുപാട് സംസാരിച്ച് കാട് കയറിപ്പോയി. ഇവിടെ ക്യാമറ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറയാണ്, മൂപ്പരെ ക്യാമറ എടുത്ത് ഒരുപാട് നേരം കൊണ്ട് നിൽക്കുന്നു, ഇവിടെ വന്ന് നിർത്തിയിട്ട് നിങ്ങൾ പോയിട്ട് ക്യാമറ എടുക്കുക. ഞാൻ ഇനി വരുമ്പോൾ കാണാൻ പാടില്ല, പിന്നെയും വന്നു. അപ്പം തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പൊ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.